നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് അത്തമാണ്. കള്ളവും ചതിയും ഒന്നുമില്ലാതെ കേരളത്തെ അങ്ങേയറ്റം ഐശ്വര്യപൂർണ്ണമായി ഭരിച്ച മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ കേരളക്കര ഒരുങ്ങുന്ന 10 നാളുകളുടെ തുടക്കം. ഇത്തവണ കർക്കിടകത്തിൻ്റെ അവസാന നാളാണ് അത്തം എത്തിയിരിക്കുന്നത്. ഓണത്തിരക്കിലേക്കൊക്കെ നമ്മൾ മലയാളികൾ ശരിക്കും ഇതിനു മുൻപ് തന്നെ 2 ദിവസം മുൻപ് തന്നെയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, വർഷങ്ങളായി ഈ പൂക്കളങ്ങൾ, പൂവിളികൾ, ഇതിനൊക്കെ അപ്പുറം ആ നൊസ്റ്റാൾജിക് ഓർമ്മകൾ, ഫീലിങ്സ്, അതിനൊക്കെ അപ്പുറം ഉപഭോക്തൃ ഓണമായി മലയാളികൾക്ക് മാറിയിട്ടുണ്ട് ഇത്. തൃപ്പൂണിത്തുറയിൽ ഇന്നിപ്പോൾ ഓണാഘോഷങ്ങളുടെ തുടക്കം കുറിച്ച് അത്തച്ചമയ ഘോഷയാത്ര നടക്കും. എന്തായാലും ഓണവിശേഷങ്ങൾ എന്തൊക്കെ വാർത്തകൾ, വിശേഷങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു, ഇതെല്ലാം അറിയാം. ആദ്യം തലക്കെട്ടുകൾ നോക്കി മടങ്ങി. ഓണത്തിൻ്റെ വരവറിയിച്ച ഇന്ന് അത്തം ആഘോഷങ്ങളിലേക്ക് മലയാളികൾ. അത്തച്ചമയ ഘോഷയാത്രയ്ക്കൊരുങ്ങി തൃപ്പൂണിത്തുറ. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. AICC ആസ്ഥാനത്തെ വന്ദേമാതര ആലാപനത്തിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. ദേശീയ ഗീതത്തോടുള്ള അനാദരവിൽ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങി BJP. നേതാക്കളുടെ പ്രവൃത്തി രാജ്യത്തെ ജനങ്ങളെ വേദനിപ്പിച്ചുവെന്ന വിമർശനം. സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന ആവശ്യം. കർഷകർക്ക് സഹായം നൽകേണ്ട സർക്കാർ ആപ്പ് പണിമുടക്കി. കൃഷിനാശം നേരിട്ടവർക്ക് അടിയന്തര നഷ്ടപരിഹാരം ഉറപ്പാക്കേണ്ട എയിംസ് 2.0 പോർട്ടൽ പൂർണ്ണമായും തകരാറിൽ. നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാനാകാതെ വലഞ്ഞ് കർഷകർ. ഉപനേതൃ പദവി വീണ്ടും ആവശ്യപ്പെടാൻ CPI. നാളെ LDF യോഗം. ഉപനേതൃ പദവി നൽകാനാകില്ലെന്ന നിലപാടിൽ ഉറച്ച CPM. ഗാലി ടെസ്റ്റിൽ മികച്ച റൺസ് നേടാൻ ഇന്ത്യ. 2-ന് 288 റൺസ് എന്ന നിലയിൽ. സെഞ്ചുറിയുമായി ദേവദത്ത് പടിക്കൽ ക്രീസിൽ. ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ ആദ്യ മത്സരം ഇന്ന് ചൈനയ്ക്കെതിരെ. ഓണത്തിന് വരവറിയിച്ച് ഇന്ന് അത്തമാണ്. പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 11ാമത്തെ നാളിലാണ് ഇത്തവണ തിരുവോണം വരുന്നത്. കർക്കിടക മാസത്തിൽ അത്തം വരുന്നതും അപൂർവമാണ്. നാളെയാണ് പുതിയ മലയാള വർഷം ആരംഭിക്കുന്നത്. അത്തം ഒരു ഓർമ്മപ്പെടുത്തലാണ്. തിരുവോണമിങ്ങ് എത്താറായെന്ന ഓർമ്മപ്പെടുത്തൽ. അത്തം നാളിൽ തുടങ്ങുന്ന ആഘോഷം തിരുവോണത്തോടെ അതിന്റെ പാരമ്യത്തിലെത്തും. അതിന്റെ തുടക്കമാണ് അത്തം. നമ്മുടെ നാടിന്റെ ഗ്രാമീണ സൗന്ദര്യവും പരമ്പരാഗത ആചാരങ്ങളുമെല്ലാം ഓണാഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. പൂക്കളുടെ കൂടി ആഘോഷമാണ് ഓണം. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകളാണ് വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കുന്നത്. തുമ്പ, മുക്കുറ്റി, തെച്ചി, നന്ദ്യാർവട്ടം, കോളാമ്പിപ്പൂക്കൾ എന്നിവയെല്ലാം അത്തപ്പൂക്കളത്തിൽ സ്ഥാനം കണ്ടെത്താറുണ്ട്. അത്തം നാളിൽ നൈർമല്യത്തിന്റെ തുമ്പപ്പൂയിട്ടാണ് പൂക്കളമൊരുക്കുക. പിന്നെ തുളസിയിടും. അത്തം ചിത്തിര നാളിൽ ഈ 2 പൂക്കൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. 3-ാം ദിവസം മുതലാണ് നിറങ്ങളുള്ള പൂക്കൾ ഉപയോഗിച്ചുള്ള പൂക്കളം. 10-ാം ദിവസം 10 തരം പൂക്കളിട്ട് പൂക്കളമൊരുക്കുന്നു. പല നാട്ടിലും പലതാണ് ആചാരങ്ങൾ. പക്ഷേ ഒരൊറ്റ മനസ്സോടെ പൂക്കളം തീർക്കുന്നത് മഹാബലിയെ വരവേൽക്കാനാണ്. ഇപ്പോൾ കാലങ്ങളായി മറുനാട്ടിലെ പൂക്കളാണ് നമ്മുടെ പൂക്കളങ്ങളെ മനോഹരമാക്കുന്നത്. പറമ്പും കുന്നും മലയും പാടവും താണ്ടി പൂക്കൾ തേടിപ്പോകുന്ന കുട്ടികളും അവരുടെ ആഘോഷ തിമിർപ്പുകളുമൊക്കെ ഇന്ന് ഓർമ്മകളാണ്. പക്ഷേ ബാല്യത്തിന്റെ നിഷ്കളങ്കതയിൽ ആനന്ദമല്ലാതൊന്നും ഓണമോർമ്മകളിൽ നിറയാറില്ല. നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ് ഓണം. അതുകൊണ്ട് തന്നെ അത്തം നാളിനും പ്രാധാന്യം ഏറെയുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ മഹത്തായ പ്രതീകമായി അത്തം കാലങ്ങളായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തച്ചമയവും പുലികളിയും വള്ളംകളിയുമെല്ലാം നാം ഇന്നും ആഘോഷിക്കുന്നത്. നാടും നഗരവും എന്ന് വ്യത്യാസമില്ലാതെ ക്ലബ്ബുകളും മറ്റ് കൂട്ടായ്മകളുമെല്ലാം ഇനി ഓണാഘോഷ പരിപാടികളാൽ സജീവമാകും. ഗൃഹാതുരമായ ഓർമ്മകളാണ് മലയാളിക്ക് ഓരോ ഓണക്കാലവും സമ്മാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. എന്തായാലും സംസ്ഥാനത്തെ 10 ദിവസത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആ ഒരു സാംസ്കാരിക മഹോത്സവം തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്രയാണ്. രാവിലെ 9-ന് തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ 25 വരെ നീളുന്ന അത്താഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. ദീപക് ജോയ് MLA അധ്യക്ഷത വഹിക്കും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. അശ്വതി എത്തിച്ചേരുകയാണ് വിവരങ്ങളുമായി. അശ്വതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാംസ്കാരിക മഹോത്സവമാണ്. ഒരുപാട് ഐതിഹ്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന
ചേർന്നിരിക്കുന്ന ഒരു സാംസ്കാരിക മഹോത്സവം തന്നെയാണ്. ഓണ വിളംബരം തുടങ്ങുകയാണ് ഈ അത്തച്ചമയ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയോടുകൂടി. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പല ദേശങ്ങളിൽ നിന്നുള്ള പല തരത്തിലുള്ള കലാകാരന്മാർ ഒത്തുചേരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. എന്തായി ഒരുക്കങ്ങളൊക്കെ? ഗുഡ് മോർണിംഗ്. ഔദ്യോഗികമായിട്ട് ഓണത്തിൻ്റെ വരവറിയിക്കുന്നത്, ആഘോഷങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയിലാണ്. കൊച്ചിയെ സംബന്ധിച്ച് തൃപ്പൂണിത്തുറയും തൃക്കാക്കരയും ഓണത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ രണ്ട് സ്ഥലങ്ങളാണ്. ഇവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അത്തച്ചമയ ഘോഷയാത്രയുടെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 9 മണിക്ക് മുഖ്യമന്ത്രി BD സതീശനാണ് ഈ ഓണാഘോഷ പരിപാടികൾ, അത്താഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ അത്തച്ചമയം എന്ന് പറയുന്നത് വലിയ കളർഫുൾ ആയിട്ടുള്ള വലിയ ഒരു ആഘോഷമാണ്. ഒരുപാട് ആളുകൾ, ഒരുപാട് കലാകാരന്മാർ വർഷത്തിൽ ഒത്തുചേരുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം. ഏറ്റവും വലിയ ഒരു ഘോഷയാത്ര എന്ന് പറയുന്നത് തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്രയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ തുടങ്ങിയതാണ്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഒരു ചരിത്രം എന്ന് പറയുന്നത്, കൊച്ചി മഹാരാജാക്കന്മാർ ഇവിടെ വാണിരുന്ന കാലത്ത് മഹാരാജാവ് ജനങ്ങളെ കാണുന്നതിന് വേണ്ടി അത്തം നാളിൽ ഇത്തരത്തിലൊരു ഘോഷയാത്രയായിട്ട് ഈ നാട്ടിലൂടെ നടക്കുമായിരുന്നു. ഘോഷയാത്രയായിട്ട് അദ്ദേഹം ജനങ്ങളെ കാണാൻ എത്തുമായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഈ അത്തച്ചമയമായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ ആഘോഷിച്ചു പോരുന്നത്. എന്തായാലും ഇവിടെ ഇതിനുള്ള ഒരുക്കങ്ങൾ, അത് പലതരത്തിലുള്ള കലാരൂപങ്ങൾ, പ്ലോട്ടുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ അണിനിരക്കുക. ചലച്ചിത്ര താരം മനോജ് കെ ജയൻ, അദ്ദേഹമാണ് ഈ അത്തം ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. വലിയ ആഘോഷം. തൃപ്പൂണിത്തുറയിലുള്ള ആളുകൾക്ക് പുറത്തു നിന്നൊക്കെ ഈ ഓണം തുടങ്ങി എന്ന് നമ്മൾ അറിയുന്നത് ഈ തൃപ്പൂണിത്തുറയിലെ അത്തം ഘോഷയാത്രയോട് കൂടിയാണ്. ഇവിടെ നിരവധി ആളുകളുണ്ട്. നമുക്കറിയാം, നാടൻ കലാരൂപങ്ങൾ ഒരുപാടുണ്ടാകും. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോ വർഷവും ഏറ്റവും മികച്ചതാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓരോ കലാകാരന്മാരും ശ്രമിക്കുന്നത് അവരുടെ കല പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരിടം. ഇവിടെ പുലികളിയുണ്ട്. അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. വളരെ പുലർച്ചെ തന്നെ ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി. ചേട്ടാ, പേര്? സുരേന്ദ്രൻ. എല്ലാ തവണയും വരാറുണ്ട്. പുലികളിയാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളിയല്ല. എല്ലാ വർഷവും ഇങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട എല്ലാ കൊല്ലം കളികൾ കൂടി വരികയാണ്. നിൽക്കാൻ നേരമില്ല, ഇരിക്കാൻ നേരമില്ലാത്ത പോലെ കളിയുണ്ട്. ആഘോഷം വലിയ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം എങ്ങനെയുണ്ട്? പ്രാവശ്യം അതിൽ കൂടുതൽ എല്ലാ കൊല്ലത്തെക്കാളും കൂടുതൽ കളികളാണ്. ഇത് എപ്പോ തുടങ്ങി മേക്കപ്പ്? ഇതിപ്പോ രാവിലെ ഒരു 4 മണിക്ക് തുടങ്ങിയതാണ്. ഭയങ്കര എഫേർട്ടാണ് ഇത്ര നേരം. കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ല. ഞങ്ങൾ കുറെ കാലമായിട്ട് അങ്ങനെ ഇട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര വർഷമായി? ഞാന് 10 വർഷത്തോളമായി. 10 വർഷത്തോളായിട്ട് പുലി. എവിടുന്നാ വരുന്നത് നിങ്ങൾ? ഞങ്ങള് വിയ്യൂര്, തൃശ്ശൂർ വിയ്യൂര്. തൃശ്ശൂരിൻ്റെ സ്വന്തം പുലികളാണ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ പുലി കൂട്ടങ്ങൾ മാത്രമല്ല, ഒരുപാട് നമ്മൾക്ക് ഇവിടെ ഈ ഘോഷയാത്രയിലുള്ള ഒരുപാട് രൂപങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊരു മത്സരം കൂടിയാണ്. എത്ര പേർ എങ്ങനെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് കലാകാരന്മാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഉത്സവങ്ങൾക്കൊക്കെ സാധാരണ കാണാറുള്ള ഒരു സംഭവമാണ്. ഇതുപോലെ ആളുകൾ ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ ആയിട്ട് ഉള്ളത്. ഇവരൊക്കെ തന്നെ ഒരുപാട് കാലത്തെ എഫേർട്ടാണ് ഇങ്ങനെ വരിക എന്ന് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ ഒരുപാട് കലാകാരന്മാർ അവരുടെ കലാപ്രകടനങ്ങളൊക്കെ സാധാരണഗതിയിൽ ഈ സമയം ആകുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. ഇന്ന് എല്ലാവരും ഒരുക്കത്തിൽ തന്നെയാണ്. നമുക്ക് ഇവരോട് നിരവധി ആളുകൾ ഇതുപോലെ വർണ്ണാഭമായിട്ടുള്ള ഘോഷയാത്ര, അതാണ് നമുക്കിതിന് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കലാകാരന്മാർ ഇപ്പോഴും അതിൻ്റെ ഒരുക്കത്തിലാണ്. മുഖത്തൊക്കെ ചായങ്ങൾ പൂശുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ആഘോഷം ഓണത്തിന് ഇതിൽ ഒരു ആഘോഷം തുടങ്ങുമ്പോൾ ഇതുപോലെ കൊച്ചി തൃപ്പൂണിത്തുറയിലെ അത്താഘോഷം പോലെ, ഘോഷയാത്ര പോലെ ഇങ്ങനെ തുടങ്ങണം. അത്രയ്ക്ക് വൈബാണ്. ഇന്നലെ വൈകുന്നേരം കൊച്ചി രാജകുടുംബാംഗത്തിൽ നിന്ന് ഇവിടെ നഗരസഭാ ചെയർമാനാണ്, ഈ ചെയർപേഴ്സണാണ് ഈ അത്തം പതാക
പതാക വാങ്ങിയത്. അങ്ങനെ ഏറ്റുവാങ്ങി ഹിൽ പാലസ് മ്യൂസിയത്തിൽ നിന്ന്, പഴയ രാജാക്കന്മാരുടെ കൊട്ടാരമാണ്, കുടുംബമാണ്, ആ വീട്ടിൽ നിന്ന്, അതിൻ്റെ തിരുമുറ്റത്ത് നിന്നും ഘോഷയാത്രയായി തന്നെയാണ് ഈ അത്തം നഗറിലേക്ക് ഈ പതാക എത്തിച്ചിരിക്കുന്നത്. ആ പതാകയും കൊടിമരവും അതാണ് ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. ആ പതാകയാണ് ഇന്ന് മന്ത്രി അനൂപ് ജേക്കബ് ആ പതാക ഉയർത്തും. എന്തായാലും 9 മണിയോടുകൂടിയാണ് ഈ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. അതിനുള്ള ഒരു തയ്യാറെടുപ്പ്. ഇനിയും ഒരുപാട് പേർ, ഇത് മണിക്കൂറുകളോളം നീളുന്ന ഒരു ഘോഷയാത്ര തന്നെയാണ്. അത്രയധികം ആളുകൾ ഇതിലേക്ക് പങ്കെടുക്കുന്നു. കേരളത്തിൻ്റെ മുഴുവൻ ഓണം ഇവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നു ഇത് കാണാൻ. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും, നഗരസഭയുടെ ഭാഗത്തു നിന്നും, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഗതാഗത നിയന്ത്രണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ചില കലാകാരന്മാർ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഈ ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ്. എന്താ ആരോമലി ഒരുപാട് നാളായി തെയ്യം ചെയ്തായിട്ട് കുറച്ച് നാളായി. ഇത് ഫസ്റ്റ് പ്രോഗ്രാം. ഈ അത്തച്ചമയത്തിന് മുന്നേ ഇല്ല ആദ്യത്തെ അത്തച്ചമയം. ഒരുപാട് മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഇരിക്കണം. ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല, ഒരു കലയല്ലേ. എപ്പോഴും മേക്കപ്പ് ഒക്കെ തുടങ്ങി? മേക്കപ്പ് 2 മണി കഴിഞ്ഞു. പുലർച്ചെ 2 മണിക്കൂർ. 2 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങി. എന്താ ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് സജീവകുമാർ. എന്നാണോ ഇത് ചെയ്യുന്നത്? സമിതിയുടെ ഓണറാണ്. അതെ. എത്ര നാളെ നമുക്ക് 6 വർഷമായി സമിതി ഇറങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് വർഷം മാത്രമാണ് ഇവിടെ അത്തച്ചമയം ചെയ്തുകൊണ്ടിരുന്നത് പ്രോഗ്രാം. ബാക്കിയുള്ള ഞങ്ങൾക്ക് 4 വർഷം മിസ്സാണ്. മിസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺ ദ വേ ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദൊക്കെയാണ്. ഗണേശ ഫെസ്റ്റിവലൊക്കെ അതേ സമയത്താണ് വരുന്നത്. അപ്പോൾ ഈ വർഷം ഡേറ്റ് ഒന്ന് മാറിപ്പോയി, സെപ്റ്റംബർ 15 അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തച്ചമയത്തിനകത്ത് പങ്കെടുക്കാൻ പറ്റി. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ഇതിനകത്ത് തെയ്യാണ് ഇവിടെ നമ്മുടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. 10 വേഷമുണ്ട്. വരാഹി എന്ന് പറഞ്ഞ ഒന്നും, പിന്നെ ആദിയോഗി, അങ്ങനെ 2 സെക്ഷനാണ്. 10 ബോർഡും. എത്ര നേരം ഇതിന്റെ മേക്കപ്പിനൊക്കെ? മേക്കപ്പിന് 5 മണിക്കൂറോളം വരും. ഒരു 5 പേരെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ 5 മണിക്കൂർ വേണം. അതുകൊണ്ടാണ് പുലർച്ചെ 2 മണിക്ക് ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങിയത്. ശരി. എന്തായാലും ഇത്രയധികം എഫേർട്ട്, അതായത് പുലർച്ചെ 2 മണിക്ക് മേക്കപ്പ് തുടങ്ങി, ഇപ്പോഴും അവർ ആ മേക്കപ്പ് പൂർത്തിയാക്കി ഇരിക്കുന്നു. ഇനി ഇത് വീണ്ടും 9 മണി വരെ നീളും. 9 മണിക്ക് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ച് അതിനുശേഷം ഈ ഘോഷയാത്ര ആരംഭിക്കും. ആ ഘോഷയാത്രയൊക്കെ പോയി തിരിച്ച് ഈ നഗരം ചുറ്റി വീണ്ടും ആ ഘോഷയാത്ര വരുന്നത് ഈ അത്തം നഗറിലേക്ക് തിരിച്ചു വരും. അതുവരെ ഇവർ ഈ മേക്കപ്പും മറ്റ് ഈ കാര്യങ്ങളൊക്കെ ഇട്ട്, തെയ്യമൊക്കെ ഇങ്ങനെ ഇട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതി. അത്രയധികം എഫേർട്ട് ഓരോ കലാകാരന്മാരുടെ ഭാഗത്ത് നിന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതെല്ലാം പൂർത്തിയാകും. ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ പൂർത്തിയാകും. പിന്നീട് നമുക്ക് വർണ്ണാഭമായ ഘോഷയാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അശ്വതിയാണ് ഏറ്റവും പുതിയ ആ ദൃശ്യ വിവര വിശേഷങ്ങളെല്ലാം നമ്മളോട് പങ്കുവെച്ചത്. ഈ പറഞ്ഞതുപോലെ ഒരു വർഷത്തെ മുഴുവനായുള്ള കാത്തിരിപ്പാണോ എന്ന് തോന്നും. ഇത്രയും മനോഹരമായി ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി എടുക്കാൻ വർഷങ്ങളായി ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമാകുന്നവരുണ്ട്, പുതിയതായി എത്തുന്നവരുണ്ട്, ഇതിനായി കാത്തിരിക്കുന്നവരുണ്ട്. ഈ തൃശ്ശൂരിൽ നിന്നുള്ള പുലിക്കളി സംഘമൊക്കെ എത്ര സന്തോഷത്തോടു കൂടിയാണ്. നേരത്തെ ആ കൃഷ്ണനെ കാണിച്ചപ്പോൾ അത് ശരിക്കും പ്രതിമയാണോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം. പക്ഷേ ഒരാൾ അങ്ങനെ ഇരുന്ന് മണിക്കൂറുകൾക്ക് 2 മണി മുതൽ മേക്കപ്പൊക്കെ തുടങ്ങി നല്ല ഫിനിഷ്, മനോഹരമായ ഒരുപാട് ദൃശ്യങ്ങൾ ഇന്ന് അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി തൃപ്പൂണിത്തുറയുടെ തെരുവുകളിലൂടെ ഉണ്ടാകും. ഒരുപാട് ഐതിഹ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കൊച്ചിരാജാവിൻ്റെ വിജയം, പ്രജകളെ കാണാനുള്ള പോക്ക്, അങ്ങനെ ഒരുപാട് മനോഹരമായ ഐതിഹ്യങ്ങളടക്കം ഈ അത്തച്ചമയ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് കണക്റ്റ് ചെയ്ത് കിടക്കുകയാണ്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു മതസൗഹാർദ്ദം, അതിൻ്റെ തനത് കലാരൂപങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു മഹാസംഗമമായി തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്ര മാറുമെന്ന് ഉറപ്പാണ്. അശ്വതിയാണ് ഏറ്റവും പുതിയ വിവരങ്ങളും ദൃശ്യങ്ങളുമൊക്കെ പ്രേക്ഷകർക്കായി പങ്കുവച്ചത്.
അത്തമാണ് വിവിധ ക്ഷേത്രങ്ങളിൽ പൂജകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കർക്കിടക 31 കൂടി ചിങ്ങം തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ചിങ്ങമാസ പൂജകൾക്ക് ഇന്നിപ്പോൾ വൈകിട്ട് 5 മണിക്ക് ശബരിമല നട തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി എ ടി പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിയിക്കും. തുടർന്ന് 18ാം പടി ഇറങ്ങി തിരുമുറ്റത്തെ ആഴിയിൽ അഗ്നി പകരുന്നതോടെ ഇരുമുടി കെട്ടേന്തിയ അയ്യപ്പ ഭക്തർക്ക് 18ാം പടി ചവിട്ടി ദർശനം നടത്താം. ഇന്ന് പ്രത്യേക പൂജകൾ ശബരിമലയിൽ ഉണ്ടാകില്ല. 17-ന് ചിങ്ങമാസ പുലരിയിൽ നാളെ പുലർച്ചെ 5 മണിക്ക് നട തുറക്കും. തുടർന്ന് പതിവ് പൂജകൾ നടക്കും. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായതിൻ്റെ ഒരു തുടർച്ചയാണ് ദേശീയതലത്തിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേ മാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ദേശീയഗീതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP നേതാക്കൾ പറയുന്നു. വന്ദേ മാതരം പാടാറില്ല എന്നതാണ് കോൺഗ്രസ് നയമെന്ന് രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് പറയുന്ന ദൃശ്യങ്ങൾ നിഷികാന്ത് ദുബെ MP പുറത്തുവിട്ടു. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ചെറുതായൊന്നുമുള്ള പുലിവാലല്ല ഈ വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പിടിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള ന്യായീകരണമൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും ഒട്ടും ഏൽക്കാത്ത ഒരു സാഹചര്യം. എന്തായാലും സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണല്ലോ BJP. അല്ലെങ്കിൽ ഈ നിയമ നടപടികളിലേക്കൊക്കെ കടക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ടല്ലോ. കോൺഗ്രസിന് വലിയ തലവേദനയാണ് ഇന്നലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. അതായത് പാർട്ടി നയം ഈ വന്ദേമാതരത്തിന്റെ 2 ചരണങ്ങൾ മാത്രം പാടുക എന്നുള്ളതാണ്. മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേമാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് പാർട്ടി ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത്. അത് സ്വപ്ന ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിന് വലിയ തലവേദനയായിരിക്കുകയാണ്. അതിന് ഏത് രീതിയിലുള്ള വാദം മുൻപോട്ട് വെക്കണം എന്നുള്ളത് നേതാക്കൾക്കിടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്തരത്തിൽ വന്ദേമാതരം പൂർണ്ണമായും പാടുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ഈ വന്ദേമാതരത്തെ പൂർണ്ണമായും പാടുന്നത് തടയാൻ ശ്രമിച്ചു. കോൺഗ്രസ് പ്രവർത്തകരല്ല ഈ വന്ദേമാതരം പാർട്ടി ആസ്ഥാനത്ത് പാടിയത് തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണം എന്നാണ് നിലവിൽ BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് പുതിയ നിയമനിർമ്മാണം നടത്തിയ പശ്ചാത്തലത്തിൽ ദേശീയ ഗീതത്തെ അപമാനിച്ചാൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല് നേരത്തെ പാർലമെന്റ് പാസാക്കുകയും അത് രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ വന്ദേമാതരത്തെ അപമാനിക്കാൻ ശ്രമിച്ചതിൽ സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണം, ഇല്ലെങ്കിൽ കേസ് നൽകുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതുമാണ് BJP നേതാക്കൾ വ്യക്തമാക്കിയത്. ഒപ്പം BJP MP നിഷികാന്ത് ദുബെ കോൺഗ്രസ് ആസ്ഥാനത്ത് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. ദേശീയ പതാക ഉയർത്തിയ ചടങ്ങിന് ശേഷം രാഹുൽ ഗാന്ധി ഈ സേവാദൾ പ്രവർത്തകരോട് ഇത്തരത്തിൽ വന്ദേമാതരം പൂർണ്ണമായും പാടുന്നത് പാർട്ടിയുടെ നയമല്ല, എന്താണ് അത് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നതിന്റെ ഓഡിയോ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിഷികാന്ത് ദുബെ MP പുറത്തുവിട്ടിട്ടുള്ളത്. ഏതായാലും വലിയ തലവേദന കോൺഗ്രസിന് ഈ വിഷയം ഉണ്ടാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേമാതരം നിയന്ത്രിക്കുകയും വന്ദേമാതരം പൂർണ്ണമായും പാടുന്നത് ശരിയല്ല എന്ന് പാർലമെന്റിൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ വാദിക്കുകയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ പാർട്ടി ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായും പാടിയത്. അതിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിൽ സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നാണ് നിലവിൽ BJP ആവശ്യപ്പെടുന്നത്. സ്വപ്ന, വല്ലാത്തൊരു പുലിവാല തന്നെയാണ് എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ പിടിച്ചിരിക്കുന്നത്. നിയമ നടപടികളിലേക്കടക്കം കോൺഗ്രസ് സോണിയാഗാന്ധി അടക്കം മാപ്പ് പറഞ്ഞില്ല എങ്കിൽ നിയമ നടപടികളിലേക്കടക്കം മാറുമെന്ന ഒരു മുന്നറിയിപ്പാണ് BJP നൽകുന്നത്. എന്തായാലും ഇത് കോൺഗ്രസിൻ്റെ നയമാണ്, വന്ദേമാതരം പാടാറില്ല എന്നത് കോൺഗ്രസിൻ്റെ നയമാണെന്ന് രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് പറയുന്ന ആ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നിഷികാന്ത് ദുബെ MP പുറത്തുവിട്ടിരുന്നു. അത് നമുക്കൊന്ന് കാണാം.
എന്തായാലും സംസ്ഥാനത്തും കേന്ദ്രത്തിലും രണ്ട് നയങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പുലർത്തുന്നത് എന്ന് തോന്നുന്നു. വി ഡി സതീശൻ സർക്കാർ പാടില്ല, പൂർണ്ണമായി പാടില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പാടില്ല എന്ന് പറയുമ്പോൾ അത് പാടിക്കഴിഞ്ഞിരിക്കുന്നത്, പാടുന്നതിന് എന്താണ് കുഴപ്പമെന്നാണ് ഒടുവിൽ ജയറാം രമേശ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അടക്കം പറഞ്ഞ് വെക്കുന്നത്. സംസ്ഥാനത്തെ മറ്റ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം നാളെ ചേരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആദ്യമായിട്ടാണ് യോഗം ചേരുന്നത്. പല വേദികളിൽ CPM ഉന്നയിച്ച പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടേക്കും. രജിത് കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. രജിത്, ശരിക്ക് മുന്നണിയെ പലതരത്തിൽ മുന്നണിക്ക് മുഖം നഷ്ടപ്പെടുത്തിയ ഒരു വിവാദം തന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം. ചുരുങ്ങിയ സീറ്റുകളാണ് ലഭിച്ചത്. അതിൽ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന് വേണ്ടി ഇത്തരത്തിൽ കടിപിടി കൂടുന്നത് എന്തുകൊണ്ട് തോറ്റു എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് അതിൻ്റെ നടപടികളിലേക്കൊക്കെ കടക്കേണ്ട സ്ഥാനത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ മുന്നണി യോഗത്തിലടക്കം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, ഒപ്പം ഈ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന വാഗ്ദാനം നൽകി സേവന നികുതി നടത്തി, അങ്ങനെ ഒരുപാട് വാർത്തകൾ അറിയേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഈ ഇടതുപക്ഷ മുന്നണി യോഗം, LDFൻ്റെ യോഗം നാളെ ചേരുന്നല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ പ്രധാന അജണ്ടയായി വരും? സ്വപ്ന, നാളെ തിരുവനന്തപുരത്ത് വൈകിട്ട് 4 മണിക്കാണ് LDFൻ്റെ യോഗം ചേരുന്നത്. LDF യോഗം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇത് ആദ്യമായാണ് LDF ഒരു യോഗം ചേരുന്നത് എന്നാണ്. ഘടകകക്ഷികളുടെ എല്ലാവരുടെയും തന്നെ യോഗങ്ങൾ ഒന്നിച്ച് വിളിച്ചു ചേർക്കുന്നത് ഇതാദ്യമായാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത് നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന CPIയുടെ ആവശ്യമാണ് യോഗം തന്നെ നീണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. പിന്നീട് CPIയുമായി മന്ത്രി നേരത്തെ തന്നെ നേതാക്കൾ, LDFൻ്റെ നേതാക്കൾ ചർച്ച നടത്തുകയും ആ ചർച്ചയെ തുടർന്നാണ് ഇപ്പോൾ യോഗത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ യോഗത്തിലും ഇതേ ആവശ്യം തന്നെ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം MN സ്മാരകത്തിലാണ് TP രാമകൃഷ്ണൻ, LDF കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ എത്തി ചർച്ച നടത്തുകയും LDF യോഗം ഉടൻ ചേരുമെന്ന തീരുമാനം അറിയിക്കുകയും ചെയ്തത്. അതാണ് നാളെ ചേരാനിരിക്കുന്നത്. അതേ സമയത്ത് ഇക്കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അന്നും ബിനോയ് വിശ്വം പങ്കുവെക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്ന ആവശ്യം ഈ യോഗത്തിലും ഉയർന്നു വരും. അതേസമയം മറ്റ് ഘടകകക്ഷികളടക്കം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായി എന്നത് സംബന്ധിച്ച് ഘടകകക്ഷികൾ ഇതിനോടകം തന്നെ ചർച്ചകൾ നടത്തുകയും തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ കണ്ടെത്തലുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് CPMും പ്രധാന കക്ഷിയായിട്ടുള്ള CPMും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തുകയും അപ്പം അവയിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള യോഗങ്ങളിലേക്കടക്കം പോവുകയും ചെയ്തിട്ടുണ്ട്. താഴെ ഘടകങ്ങളിലേക്കുള്ള യോഗങ്ങളടക്കം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട യോഗം അല്ലെങ്കിൽ CPMൻ്റെ പ്രധാനപ്പെട്ട യോഗമടക്കം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ അടുത്ത ദിവസം യോഗം ചേരുന്ന അല്ലെങ്കിൽ LDFൻ്റെ യോഗത്തിലേക്ക് എത്തുമ്പോൾ ഓരോരുത്തരുടെയും വിലയിരുത്തലുകൾ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമാകാൻ പോകുന്നതാണ് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI ആവശ്യപ്പെട്ടതും. CPI പല വേദികളിലായി ഇക്കാര്യം ആവശ്യപ്പെടുകയും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സ്ഥാനങ്ങൾ നൽകാതിരിക്കുന്നത് CPM ആണ് എന്ന കാര്യം ഉൾപ്പെടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം പല വേദികളിലായി ഉന്നയിക്കുകയും ചെയ്യുകയാണ്. CPIMനും നേരത്തെ തന്നെ CPM വ്യക്തമാക്കിയത് ഇത് പൊതുവേദിയിൽ ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല, LDFൻ്റെ യോഗത്തിലോ അല്ലെങ്കിൽ പാർട്ടിയുടേതായ യോഗങ്ങളിൽ വേണം പറയേണ്ടത് എന്നാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലല്ല, പലപ്പോഴായി കത്തുകൾ മുഖാന്തരവും നേരിട്ട് അല്ലാതെയും പലപ്പോഴായി ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് CPI വ്യക്തമാക്കുന്നത്. എന്ത് തന്നെയായാലും ഇക്കാര്യത്തിൽ CPI ഉറച്ച നിലപാടിൽ തന്നെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും പരസ്യമായി വന്നത് ഇവ പരിഗണിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് നാളത്തെ യോഗത്തിൽ ഇക്കാര്യം തീർച്ചയായും. പക്ഷേ ഈ രണ്ട് പാർട്ടികളും, അതായത് CPM നിലപാടുകൾ ഉറച്ചു നിൽക്കുമ്പോൾ ഇത്രത്തോളം സോൾവായി പോകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. മറ്റൊന്ന്, രജതി, മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം നൽകി ആ സേവന നികുതി വെട്ടിപ്പ് നടത്തി. ഇപ്പോൾ നാളെ അന്വേഷണം, GST അന്വേഷണം നാളെ ആരംഭിക്കുകയാണ്. 22.68 കോടി രൂപ സ്പോൺസറായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അടയ്ക്കാത്തത് പ്രധാനമായും അന്വേഷിക്കുമല്ലേ? പല തലങ്ങളാണ് ഈ കേസിന്. ഇപ്പോൾ ഇതുമുതലാണ് അന്വേഷണം, ഈ GST വെട്ടിപ്പ് മുതൽ ഈ അന്വേഷണം തുടങ്ങുകയാണല്ലേ?
കൃത്യമായി പറഞ്ഞാൽ മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനുള്ള ഒരു വേദി ഒരുക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇടപാട് നടത്തിയത്. അത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇക്കാര്യത്തിൽ 22.68 കോടി രൂപയുടെ സേവന നികുതിയിൽ തട്ടിപ്പ് നടത്തി എന്നതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ആ കണ്ടെത്തൽ കാഞ്ഞങ്ങാട് വകുപ്പിലെ GST വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഈ തട്ടിപ്പടക്കം കണ്ടെത്തുകയും ചെയ്തത്. അതിൽ തുടർന്ന് കഴിഞ്ഞ സർക്കാർ അടക്കം പലതവണ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് കത്തുകൾ അയച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ ആ വിശദീകരണമൊന്നും അന്ന് സർക്കാരിന് നൽകാൻ ഇവർ തയ്യാറായിരുന്നില്ല. അതേസമയം തന്നെ കാഞ്ഞങ്ങാട് ഈ തട്ടിപ്പ് കണ്ടെത്തിയ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്ന അടക്കമുള്ള നടപടികളിലേക്കാണ് അന്ന് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ സർക്കാർ എത്തിയപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു റിപ്പോർട്ട് സ്പെഷ്യൽ സെക്രട്ടറി സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ GST വകുപ്പിന്റെ അന്വേഷണം നാളെ ആരംഭിക്കാൻ പോകുന്നത്. കാഞ്ഞങ്ങാട് GST വകുപ്പിലെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏത് തരത്തിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്, ഒപ്പം തന്നെ മുൻ കായിക മന്ത്രിയുടെ ഇടപെടൽ അടക്കം ഈ റിപ്പോർട്ടിൽ സർക്കാരിന് മുന്നിലുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇടപെടൽ ഈ GST തട്ടിപ്പ് അല്ലെങ്കിൽ സേവന നികുതിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏത് രീതിയിലാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇവരുമായി നടത്തിയിട്ടുള്ള കത്തിടപാടുകൾ, സ്പോൺസർ നടത്തിയിട്ടുള്ള കത്തിടപാടുകൾ, സർക്കാരിന്റെ പിന്തുണ അടക്കം ഇക്കാര്യങ്ങൾ അന്വേഷിക്കും. ഒരുപാട് വശങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതായത് മെസ്സിയെ നാട്ടിലെത്തിക്കാം, മെസ്സിയെ മലയാളിയുടെ മുന്നിലെത്തിക്കാം എന്ന ഉറപ്പ് നൽകി ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പ്, അതിൻ്റെ പല വശങ്ങളാണ്. എന്തായാലും GSTയുടെ അന്വേഷണം നാളെ ഇപ്പോൾ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. രജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്. സഹായം നൽകേണ്ട സർക്കാർ ആപ്പ് പണിമുടക്കി. ദുരിതത്തിലായത് കനത്ത മഴയിൽ കൃഷി നശിച്ച ആലപ്പുഴയിലെ കർഷകരും. കൃഷിനാശമുണ്ടായ കർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാരം ഉറപ്പാക്കേണ്ട എയിംസ് 2.0 എന്ന പോർട്ടൽ പൂർണ്ണമായും തകരാറിലായതാണ് കർഷകർക്ക് ഇരട്ട ദുരിതമായത്. പോർട്ടലിലെ സാങ്കേതിക തകരാർ കാരണം അപേക്ഷിക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് കർഷകരാണ് വലയുന്നത്. സംസ്ഥാന കൃഷി വകുപ്പ് വികസിപ്പിച്ചെടുത്ത അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഏകജാലക സംവിധാനത്തിന്റെ നവീകരിച്ച പതിപ്പാണ് എയിംസ് 2.0. നേരത്തെ ഉണ്ടായിരുന്ന പോർട്ടൽ സൗഹൃദപരമല്ലെന്ന കാരണം പറഞ്ഞായിരുന്നു പുതിയ ആപ്പിന്റെ വരവ്. സ്മാർട്ട് ക്ലെയിം പ്രോസസ്സിംഗ് സംവിധാനത്തിലൂടെ ആനുകൂല്യം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വേഗത്തിലെത്തിക്കാമെന്നതായിരുന്നു ഇതിന്റെ ഗുണമേന്മയായി പറഞ്ഞിരുന്നത്. എന്നാൽ സാങ്കേതിക തകരാർ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. കൃഷിനാശമുണ്ടായാൽ ബന്ധപ്പെട്ട കൃഷി ഓഫീസർ ഒരാഴ്ചയ്ക്കകം FIR ഇടണമെന്നാണ്. 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ FIR ഇടണം. FIR ഇട്ട് 10 ദിവസത്തിനകം കർഷകൻ അവൻ്റെ നാശനഷ്ടം തിട്ടപ്പെടുത്തി അതിനുള്ള ക്ലെയിം ഈ പോർട്ടൽ വഴി ഫയൽ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം വന്ന് ഒരാഴ്ച കഴിഞ്ഞു. ആ സമയപരിധി എല്ലാം കഴിഞ്ഞിട്ടും എയിംസ് പോർട്ടൽ ജാമായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുൻകാലങ്ങളിലുണ്ടായിരുന്ന ആ പോർട്ടലിന് കാര്യക്ഷമത പോരാ എന്ന് പറഞ്ഞ് 2.0 എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം കൂടി കൊണ്ടുവന്നതിന് ശേഷവും അത് കർഷകർക്ക് യാതൊരു പ്രയോജനവുമില്ലാതെ മറ്റേതൊക്കെയോ ഫേമുകൾക്ക് ഇതിൻ്റെ മെയിൻ്റനൻസും ആ രീതിയിലുള്ള ചെലവുകളുമായി കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുകയാണ്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വിള പൂർണ്ണമായും നശിച്ച കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഇതോടെ ആയിരക്കണക്കിന് കർഷകരാണ് പ്രതിസന്ധിയിലായത്. അപേക്ഷ നൽകുവാനുള്ള സമയപരിധി കുറഞ്ഞത് 15 ദിവസത്തേക്ക് നീട്ടണമെന്നും പോർട്ടൽ പൂർണ്ണമായി സജ്ജമാക്കുന്നതുവരെ കൃഷിഭവനുകൾ മുഖേന അപേക്ഷ സ്വീകരിക്കണമെന്നുമാണ് കർഷക സംഘടനകളുടെ ആവശ്യം. വിഷയത്തിൽ കൃഷിമന്ത്രി അടിയന്തരമായി ഇടപെട്ട് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ. കഴിഞ്ഞ ദിവസമാണ് ഇന്തോനേഷ്യയിൽ റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. അതിൻ്റെ ഒരു തുടർചലനം, സുനാമി മുന്നറിയിപ്പ് അടക്കമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർചലനം ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഇന്നലെ രാത്രി വൈകി റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ മൂന്നാമത്തെ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. ഫ്ലോറസ് ദ്വീപിൽ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂചലനത്തിൻ്റെ മരണസംഖ്യ 47 ആയിട്ടുണ്ട്. ഒരുപാട് കെട്ടിടങ്ങളടക്കം തകർന്നു. അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഉച്ചകഴിഞ്ഞ് 6.5 തീവ്രതയുള്ള മറ്റൊരു ഭൂചലനവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു.
PSC നിയമനങ്ങളെ ക്രമക്കേടുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജാർഖണ്ഡിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ന് ജില്ലാ ആസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോലങ്ങൾ കത്തിക്കും. വ്യാഴാഴ്ച മുഖ്യമന്ത്രിയുടെ വസതി വളഞ്ഞ് പ്രതിഷേധിക്കും. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും തങ്ങളുടെ പരാതികളിൽ നടപടിയെടുക്കുന്നില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജെഎംഎം സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കണമെന്നുമാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ JPSC JSSC റിഫോംസ് മഞ്ചിന്റെ നേതൃത്വത്തിൽ തുടരുന്ന സമരം 22ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അതേസമയം ഭാവിയിൽ പരീക്ഷകളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇന്നലെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച അധ്യാപികമാർ പ്രതിയായ വടകര MDMA സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. വടകര CI AV ദിനേശിനെയാണ് കണ്ണൂർ സർക്കിളിലേക്ക് മാറ്റിയത്. തിരഞ്ഞെടുപ്പ് സമയത്താണ് AV ദിനേശ് വടകരയിൽ ചുമതലയേറ്റത്. 3 അധ്യാപികമാർ പ്രതിയായ MDMA കേസിൽ അന്വേഷണം കൂടുതൽ വിപുലമാക്കുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥനെ മാറ്റിയത്. അധ്യാപികമാർ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കൈമാറ്റത്തിനും പണമിടപാടുകൾക്കും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. ഇതിനിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റം. കേസിലെ ഡിജിറ്റൽ തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അറസ്റ്റിലായ അധ്യാപികമാരായ കീർത്തന, കാവ്യ, നീഷ്മ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകളും ഫോൺ രേഖകളും SIT വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ഓഫറുകളുടെ പെരുമഴക്കാലവുമായി ഓക്സിജൻ ന്യൂജൻ ഓണം. ആകർഷകമായ ഡിസ്കൗണ്ടുകൾ, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾ എന്നിവയ്ക്ക് പുറമെ 30 കോടി രൂപയുടെ സമ്മാനങ്ങളുമായാണ് ഓണക്കാല പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്കായി ഓക്സിജൻ ഒരുക്കിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഡിജിറ്റൽ റീറ്റെയിൽ ശൃംഖലയായ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ടിന്റെ ഷോറൂമുകളിൽ ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫർ ആരംഭിച്ചു. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഉൾപ്പെടെ മറ്റെങ്ങും ലഭിക്കാത്ത ഡിസ്കൗണ്ടാണ് ഏറ്റവും ആകർഷകമായ ഓഫർ. മൊബൈൽ ഫോണുകൾക്ക് മികച്ച എക്സ്ചേഞ്ച് ഓഫറും ഒരുക്കിയിട്ടുണ്ട്. EMI ക്യാഷ് ബാക്ക് ഓഫറുകളും ഓക്സിജൻ ന്യൂജൻ ഓണത്തിന്റെ ഭാഗമായുണ്ട്. 8,999 രൂപ മുതൽ മൊബൈൽ ഫോണുകളും 35,990 രൂപ മുതൽ ലാപ്ടോപ്പുകളും ലഭ്യമാണ്. ലാപ്ടോപ്പുകൾക്ക് 15,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫറും സൗജന്യമായി 4,999 രൂപ വിലമതിക്കുന്ന ഓണം ലാപ്ടോപ്പ് കിറ്റും ലഭിക്കും. ഓണത്തോടനുബന്ധിച്ച് ഓക്സിജനിൽ നിന്നും ഡിജിറ്റൽ ഉപകരണങ്ങളും ഗൃഹോപകരണങ്ങളും വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ധാർ റോക്സ്, BMW ബൈക്ക്, വിദേശയാത്രകൾ, ഡയമണ്ട് നെക്ലേസുകൾ എന്നിവ ഉൾപ്പെടെ 30 കോടി രൂപയുടെ സമ്മാനങ്ങളാണ്. കൂടാതെ ദിവസവും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളുമുണ്ട്. ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡുകൾ നൽകുന്ന വാറന്റിക്കും സമ്മാനങ്ങൾക്കും പുറമെ ഓക്സിജൻ നൽകുന്ന അധിക വാറന്റിയും സമ്മാനങ്ങളും ലഭിക്കും. 1.5 ഓണം സെയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും 17 തൊട്ട് ഒരു 29 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് ഓണത്തിൻ്റെ ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ആ ദിവസങ്ങളിലേക്ക് നമ്മൾ ശരിക്കും ഓഫറുകൾ ഓൾറെഡി പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ്. ഒരു 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് തന്നെ മഹീന്ദ്രയുടെ താർ റോക്സ് ഉണ്ട്, BMW ബൈക്കുണ്ട്, അതേപോലെ ഡയമണ്ട് ജ്വല്ലറീസ്, ഫോറിൻ ട്രിപ്പുകൾ, സമ്മാനങ്ങൾ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഡെയിലി ലക്കി ഡ്രോസ് ഉണ്ട്. ഡെയിലി ലക്കി ഡ്രോസിനകത്തൊക്കെ ശരിക്കും നമ്മുടെ ഹോം അപ്ലയൻസിൻ്റെ പ്രോഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും തീർച്ചയായിട്ടും ഓരോ ലക്കി ഡ്രോ വെച്ച് നടക്കുന്നുണ്ട്. അപ്പം ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങളും ഉണ്ട്, ഉറപ്പായിട്ടുള്ള പ്രൈസ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. then ഉറപ്പായ സമ്മാനങ്ങൾ വേറെ ഉണ്ട്. AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള വാഷിംഗ് മെഷീനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങി ഗൃഹോപകരണങ്ങളുടെ വിപുലമായ സ്റ്റോക്കും ഓക്സിജൻ ന്യൂജൻ ഓണം വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. 199 രൂപ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ ലഭ്യമാണ്. വിവിധ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് വേഗത്തിൽ ലഭ്യമാകുന്ന പ്രത്യേക EMI സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓക്സിജൻ ന്യൂജൻ ഓണത്തിന്റെ ഭാഗമായുള്ള മുഴുവൻ ഓഫറുകളും ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്. അമൃത ന്യൂസ്, കോട്ടയം. ഗാലി ടെസ്റ്റിൽ മികച്ച റൺസ് നേടാൻ ഇന്ത്യ 2-ന് 288 റൺസ് എന്ന നിലയിലാണ്. സെഞ്ചുറിയുമായി ദേവദത്ത് പടിക്കൽ ക്രീസിലുണ്ട്. ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ ആദ്യ മത്സരം ഇന്ന് ചൈനയ്ക്കെതിരെ നടക്കും. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്കാണ്. ദേവദത്ത് പടിക്കലിന്റെ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യ ഒന്നാം ദിനം അവസാനിച്ചപ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ് എടുത്തത്. കൃഷി ചെയ്യാൻ മോഹമുണ്ടെങ്കിൽ സ്ഥലപരിമിതി തടസ്സമല്ല. ഏത് വിളവിനും വേണ്ട സ്ഥലം മട്ടുപ്പാവ് തരുമെന്ന് തെളിയിക്കുകയാണ് ചങ്ങനാശ്ശേരി സ്വദേശിനി അനിത M. കാസിം. കാണാം ഇന്നത്തെ സെൻട്രൽ മാഗസിൻ. നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മലയാളികളുടെ പുതുവർഷപ്പുലരിയായ ചിങ്ങം 1 അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിങ്ങം 1 പുതുവർഷപ്പുലരി മാത്രമല്ല, മലയാളിയുടെ കാർഷിക സംസ്കാരത്തെ
അടയാളപ്പെടുത്തുന്ന കർഷക ദിനം കൂടിയാണ്. എങ്കിലും മലയാളി പതിയെ കാർഷിക വൃത്തിയിൽ നിന്ന് അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലപരിമിതിയാണ് കാർഷിക വൃത്തിക്ക് ഒരു തടസ്സമായി പൊതുവെ പറയുന്നത്. അങ്ങനെയാണെങ്കിലും താല്പര്യമില്ലായ്മയാണ് ഒരു പ്രധാന ഘടകം. എന്തായാലും സ്ഥലപരിമിതി കൃഷിക്ക് തടസ്സമല്ല എന്ന് തെളിയിക്കുകയാണ് ചങ്ങനാശ്ശേരിക്കാരിയായ അനിത എം കാസിം. 2025 മട്ടുപ്പാവ് കൃഷിക്കുള്ള മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം അനിത അടുത്ത ദിവസം ഏറ്റുവാങ്ങും. നമുക്ക് കാണാം ഈ വിവിധ തരത്തിലുള്ള വിളകൾ ഈ മട്ടുപ്പാവിൽ വിളഞ്ഞു കിടക്കുന്നത്. മനസ്സിൽ കൃഷി ചെയ്യാൻ മോഹമുണ്ടെങ്കിൽ ഏത് വിളവിനും വേണ്ട സ്ഥലം മട്ടുപ്പാവ് തരും. വെറുതെ പറയുന്നതല്ല. ചങ്ങനാശ്ശേരി അനിത എം കാസിമിൻ്റെ 1200 സ്ക്വയർ ഫീറ്റ് വരുന്ന മട്ടുപ്പാവ് സാക്ഷ്യം പറയും. എനിക്കിവിടെ ഒരു 50 വെറൈറ്റിയിലധികം പഴവർഗ്ഗങ്ങൾ ഞാൻ ഡ്രമ്മിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്ഥലപരിമിതി 6.5 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് എവിടെയൊക്കെ വെക്കാം, മുകളിൽ ടെറസിലാണ് പിന്നെ എനിക്ക് സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ ഞാൻ പിന്നെ പല ഫേസ്ബുക്കുകളിലൂടെ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അങ്ങനെ അപ്പോൾ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമായ പഴങ്ങൾ പറിച്ച് കഴിക്കാമല്ലോ. ആദ്യം 10 ഗ്രോ ബാഗിൽ തുടങ്ങി ഇപ്പോൾ 1000ഓളം ഗ്രോ ബാഗുകളിലായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ഉൾപ്പെടെ കൃഷി ചെയ്തു വരികയാണ് അനിത. ചെറിയ രീതിയിൽ തുടങ്ങിയൊരു കൃഷിയായിരുന്നു ആദ്യം. കാരണം എൻ്റെ കുട്ടികൾക്കും ഞങ്ങൾക്കും വിഷരഹിതമായ പച്ചക്കറി കഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒരു 10 ബാഗിലായിട്ട് തുടങ്ങിയ കൃഷിയാണ്. അങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം കൂടുതൽ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായി. പിന്നെ പല ഫേസ്ബുക്ക് കൂട്ടായ്മകളിലും ഒക്കെ ചേർന്ന് പലരുടെയും വലിയ വലിയ കർഷകരുടെ കൃഷികൾ കാണുകയും അവരുടെ വീടുകൾ പോയി സന്ദർശിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇതിനോട് കൂടുതലൊരു ഉത്സാഹം തോന്നി. അങ്ങനെ 10 ബാഗ് എന്നുള്ളത് 10, 20ആയി, 20, 30ആയി. അങ്ങനെ ഇന്നതൊരു 1000ഓളം ബാഗുകളിലായിട്ട് എത്തി നിൽക്കുന്നു. അങ്ങനെ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ എന്ന ലക്ഷ്യം ഏതാണ്ട് സാക്ഷാത്കരിക്കപ്പെട്ടു കഴിഞ്ഞു. പൂർണ്ണമായിട്ടും ജൈവിക രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും തന്നെ ഞാൻ ഉപയോഗിക്കാറില്ല. ഇതിനു വേണ്ടിയുള്ള എല്ലാ വളങ്ങളും ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. ജീവാണു വളങ്ങൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. OWDC, പിന്നെ NPK, ഇതിൻ്റെയൊക്കെ മദർ കൾച്ചർ വാങ്ങി വീട്ടിൽ തന്നെ ശർക്കരയും ചേർത്ത് പുളിപ്പിച്ച് അത് കൃത്യമായ രീതിയിൽ ഇവർക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. നല്ലൊരു വളർച്ച ചെടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ വീട്ടിലേക്ക് നിലവിൽ പച്ചക്കറി സാധനങ്ങൾ ഒന്നും പുറമേ നിന്ന് വില കൊടുത്ത് വാങ്ങുന്നില്ല. പച്ചക്കറികൾ, ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഉള്ളി, സവോള തുടങ്ങിയവയെല്ലാം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നു. ചേന, കാച്ചിൽ, ചേമ്പ്, മധുരക്കിഴങ്ങ് എന്നിവയൊക്കെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത് ഒരുപക്ഷെ അപൂർവമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. PVC പൈപ്പുകളിൽ ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ട് നെറ്റ് പോട്ട് ഇറക്കി വെച്ച് ഹൈഡ്രോപോണിക്സ് രീതിയിൽ കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിൽ ഉദിച്ചു. അപ്പോൾ അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തു. അപ്പോൾ പുള്ളിയും സമ്മതിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് അത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു പൈപ്പിൽ ഒരു 24 കുഴികൾ അത് ഡ്രില്ല് ചെയ്ത് കുഴികളാക്കി. അങ്ങനെ നെറ്റ് പോട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങി അതിനകത്ത് പച്ച നെറ്റ് കട്ട് ചെയ്തിട്ട് പൊട്ടി മിക്സ് നിറച്ച് വിത്തുകൾ, ലീഫി വെജിറ്റബിൾസിൻ്റെ വിത്തുകൾ വാങ്ങി പാകി. പഠനത്തിലൂടെ കണ്ടെത്തിയ നിരവധി ജൈവ മാതൃകകളാണ് അനിത വിളകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം ബാഗ് നിറയ്ക്കുന്ന സമയത്ത് ഖരരൂപത്തിലുള്ള വളങ്ങൾ, ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് രീതിയിലുള്ള വളങ്ങളോ, മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ കോഴിവള കമ്പോസ്റ്റോ അങ്ങനെയൊക്കെ ഉപയോഗിക്കും. പിന്നീട് അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഞാൻ കൊടുക്കുന്നത് സ്ലറി രൂപത്തിലുള്ള വളങ്ങളാണ് കൊടുക്കുന്നത്. അതായത് കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി ആക്കി കൊടുക്കും. പിന്നെ അത് നേർപ്പിച്ച് കൊടുക്കും. പിന്നെ അത് പച്ച കോഴിക്കാഷ്ടം പുളിപ്പിച്ച് അത് നേർപ്പിച്ച് ചെടികൾക്ക് കൊടുക്കും. പിന്നെ ഇലകളിൽ കൂടി ഫോളിയാർ രീതിയിലുള്ള
തരത്തിലുള്ള വളങ്ങൾ, മോര് ശർക്കര മിശ്രിതം, പഴത്തൊലി ശർക്കര മിശ്രിതം, ഫിഷ് അമിനോ, എഗ് അമിനോ, അങ്ങനെ വിവിധ തരത്തിലുള്ള വളങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇവരുടെ ഫോളിയറായിട്ട് ഇവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇവർക്ക് സ്പ്രേ ആയിട്ട് കൊടുക്കാറുണ്ട്. പ്ലാസ്റ്റിക് ഡ്രമ്മുകളിലായി മുരിങ്ങ, മാവ്, അമ്പഴം, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയും കൃഷി ചെയ്തിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ യെല്ലോ, റെഡ് ഇനങ്ങൾ, ഒടിച്ചുകുത്തി നാരകം, കറിനാരകം തുടങ്ങി പലതരം നാരകങ്ങൾ, വിവിധ ഓറഞ്ച് ഇനങ്ങൾ എന്നിവയുമുണ്ട്. കീടനിയന്ത്രണത്തിനും അനിതയ്ക്ക് പരീക്ഷിച്ചറിഞ്ഞ മാർഗങ്ങളുണ്ട്. കീടനിയന്ത്രണവും ജൈവ രീതിയിൽ തന്നെ. അതിന് ഞാൻ ബിവേറിയ ആണ്, നേരത്തെയൊക്കെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിവേറിയ പൊടി രൂപത്തിൽ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഈ ബിവേറിയയുടെ മദർ കൾച്ചർ നമുക്ക് വാങ്ങി അത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ശർക്കരയും ഉരുളക്കിഴങ്ങും കൂടെ പുഴുങ്ങി ചേർത്ത് അത് പ്രിപ്പയർ ചെയ്യാവുന്ന അങ്ങനെ കണ്ടതിന് പ്രകാരം അത് വാങ്ങി, അങ്ങനെ അപ്പോൾ അത് വാങ്ങി വീട്ടിൽ തന്നെ ഉണ്ടാക്കി അതാണ് ഞാൻ കൂടുതലായിട്ട് ഒഴിക്കുന്നത്. നാടൻ മഞ്ഞളും പ്രതിഭ വയനാടൻ തുടങ്ങിയ ഇനങ്ങളും ഗ്രോ ബാഗിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഇഞ്ചി, കറിവേപ്പ്, വെള്ളരിക്ക, മത്തൻ, വെണ്ട, വഴുതന, പാവൽ, പലതരം മുളക്, അലോവേര തുടങ്ങിയവയുമുണ്ട്. പേൾ മില്ലറ്റ്, ആപ്പിൾ ചെറി തുടങ്ങി സാധാരണ അടുക്കളത്തോട്ടങ്ങളിൽ കാണാനാവാത്ത പലതും ഇവിടെ കാണാം. ഇലക്കറികളിലുമുണ്ട് വ്യത്യസ്ത ഇനങ്ങൾ. കറിയായും സലാഡായും ഉപയോഗിക്കാവുന്ന ബ്രൗൺ ലെറ്റ്യൂസ്, ബോക് ചോയ്, കേൽ തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രം. ലെറ്റ്യൂസുകളും ഇതുമൊക്കെ നമ്മൾ മാളുകളിൽ മാത്രമേ നമുക്ക് കണ്ടു പരിചയമുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതിൻ്റെ വിത്തുകൾ എവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് കൂടുതൽ സെർച്ച് ചെയ്തു. അങ്ങനെ അതിൻ്റെ വിത്തുകൾ വാങ്ങി അത് പാകി മുളപ്പിച്ചു. വീട്ടിൽ തന്നെ നമുക്ക് അധികം വില കൊടുക്കാതെ അതിനേക്കാൾ ഉപരി വിഷമടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി അത് നട്ടു വളർത്തി. വിദേശീയ ഇലകളായ ലെറ്റ്യൂസ് ഇതൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും പോയി വാങ്ങുകയാണെങ്കിൽ കിലോ 250, 300 ആ ഒരു റേറ്റിൽ നമുക്ക്, അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായും ജൈവിക രീതിയിൽ തന്നെ നമുക്കെടുത്ത് ഈവൻ കഴുകുക പോലും ചെയ്യാതെ നമുക്ക് ഭക്ഷിക്കാനായിട്ട് പറ്റും. ഇലച്ചെടികൾ ഹൈഡ്രോപോണിക്സ് രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. സ്ഥലപരിമിതി മൂലം പച്ചക്കറികളിൽ കൂടുതലും ഹൈബ്രിഡ് ഇനങ്ങളാണ്. ഇതിനിടയിൽ കുറച്ച് നാടൻ ഇനങ്ങളുമുണ്ട്. നാടൻ പച്ചക്കറികളുടെ വിത്തുകൾ സ്വയം മുളപ്പിക്കുകയും ഹൈബ്രിഡ് ഇനങ്ങളുടെ തൈകൾ വാങ്ങി നടുകയുമാണ് ചെയ്യാറുള്ളത്. പച്ചക്കറികളുടെ തൈകൾ നാടൻ ഇനങ്ങളാണെങ്കിൽ ഞാൻ തനിയെ നട്ടുപിടിപ്പിക്കും. കൂടുതലും ഞാനിവിടെ ഹൈബ്രിഡ് ഇനങ്ങളാണ് പരീക്ഷിക്കുന്നത്. കാരണം നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി നമുക്ക് പരീക്ഷണത്തിനുള്ള സ്ഥലങ്ങളില്ല. അതുകൊണ്ട് തന്നെ നല്ല ഇനം വിത്തുകളും തൈകളും ഞാൻ നോക്കി വാങ്ങിയാണ് ഇവിടെ ചെയ്തു വരുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് നല്ലൊരു രീതിയിലുള്ള വിളവ്, അതായത് എനിക്ക് കഴിക്കാനുള്ളതും ഒരു 3-4 കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതുമായിട്ട് വിളവുകൾ എനിക്ക് കിട്ടാറുണ്ട്. കൃഷി പൂർണ്ണമായും ജൈവ രീതിയിലാണ്. രാസവളങ്ങളോ രാസകീടനാശിനികളോ പരീക്ഷിച്ചു പോലും നോക്കാറില്ല. അതിൻ്റെ സ്വാദ് ഫലവർഗ്ഗങ്ങൾ പറഞ്ഞു തരും. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ യാതൊരു ടേസ്റ്റും ഇല്ലാത്ത സാധനമാണ് കിട്ടുന്നത്. വിഷം അടിച്ച് വരുന്ന സാധനം കഴിക്കുമ്പോൾ നമുക്ക് ഇത് വാങ്ങിപ്പോയല്ലോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരെണ്ണം കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിനെയും കൂടുതൽ കഴിക്കാനായിട്ടുള്ള താല്പര്യം നമുക്ക്. അതുപോലെ ടേസ്റ്റിയും ജ്യൂസി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ളതിൽ കഴിഞ്ഞുള്ള പച്ചക്കറികൾ അനിത വിൽക്കുന്നുണ്ട്. ഇത് വാങ്ങാനായി സ്ഥിരം കസ്റ്റമേഴ്സുമുണ്ട്. തൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും സ്റ്റാറ്റസിലൂടെയും ഒക്കെയാണ് പച്ചക്കറികളുടെ മാർക്കറ്റിംഗ്. കസ്റ്റമേഴ്സ് പൂർണ്ണമായും ഓർഗാനിക് ആവശ്യപ്പെട്ട് വരുന്നവരുണ്ട്. എനിക്ക് അതിനുള്ള വിലയും കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് കൊടുക്കുന്നത്.
നിയമപരമായിട്ട് ചെയ്യുമ്പോഴത്തേനും നല്ല ചിലവുമാണ്, നല്ല മെനക്കേടുമാണ്. വലിയൊരു വരുമാനമായിട്ടൊന്നും ഇതിനകത്തുനിന്ന് കിട്ടാനില്ല. സാറ്റിസ്ഫാക്ഷൻ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളും അനിത അവലംബിച്ചിട്ടുണ്ട്. കായ്ച്ചക്കണി, യെല്ലോ ട്രാപ്പ് തുടങ്ങിയ മാർഗങ്ങളിലൂടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിലാണ് കീടനിയന്ത്രണം. ചെടികളുടെ ചുവട്ടിൽ കാണുന്ന പുഴുക്കൾ രാസ കീടനാശിനികളോ വളങ്ങളോ പ്രയോഗിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ചെറുതേനീച്ച, വൻതേനീച്ച കോളനികൾ മുറ്റത്തും മട്ടുപ്പാവിലും പലയിടത്തായി കാണാനാകും. ഈ തേനീച്ച കോളനികൾ ചെടികളിലെ പരാഗണം എളുപ്പമാക്കുന്നു. വളങ്ങളും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയാണ് അനിത. മുറ്റത്ത് വീഴുന്ന കരിയില പോലും പാഴാകുന്നില്ല. ഇരുമ്പ് വല കൊണ്ടുണ്ടാക്കിയ വളയത്തിൽ ചപ്പും ചവറും കോഴിക്കാഷ്ടവും ചാണകവും നിറച്ചു വെക്കുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ ഇലകൾ തനിയെ പൊടിഞ്ഞ് വളമായി മാറുന്നു. വളത്തിനായി ചാണകം മാത്രമാണ് പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങുന്നത്. മുറ്റത്ത് 1200 ക്യൂബിക് അടി വിസ്താരമുള്ള ഒരു ഫിഷ് ടാങ്കും ഒരുക്കിയിട്ടുണ്ട്. സിലോപ്പിയ മത്സ്യങ്ങളെയാണ് കൃഷി ചെയ്യുന്നത്. ഇത് ഈ കുളം 1600 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ളൊരു കുളമാണ്. അപ്പോൾ ഇതിനകത്ത് കല്ലുകൾ അടുക്കിയാണ് നമ്മൾ കുളം നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോൺ ലൈനർ വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 45 ഗിഫ്റ്റ് തിലാപ്പിയ കുഞ്ഞുങ്ങളെയാണ് ഇതിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു അക്വാപോണിക് രീതിയിലുള്ള ഒരു കുളമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മീനുകളുടെ വിസർജ്യം അടങ്ങിയ വെള്ളം ഗ്രോ ബെഡിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നു. ഗ്രോ ബെഡിലെ ചെടികൾ ആ വളം അത് വളമായിട്ട് സ്വീകരിച്ചതിന് ശേഷം ബാക്കി വെള്ളം ഫിൽട്ടർ ചെയ്ത് വീണ്ടും കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അക്വാപോണിക്സ് രീതി അവലംബിച്ച് മീൻകുളത്തിൽ നിന്നുള്ള വെള്ളം കൃഷിക്കായി ഉപയോഗിക്കുന്നു. ഇതിലൂടെ ജലം പാഴാകാതെ സംരക്ഷിക്കുന്നു. കൃഷി മാത്രമല്ല, തൻ്റെ കൃഷിയിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വിവിധതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അനിത തയ്യാറാക്കുന്നുണ്ട്. അതായത് എൻ്റെ തോട്ടത്തിൽ നിന്നുള്ള സാധനങ്ങൾ വെച്ച് തന്നെ കറ്റാർവാഴ, ശംഖുപുഷ്പം, അതുപോലെ നീമ്, തുളസി, അതുകൊണ്ടൊക്കെ കസ്തൂരി മഞ്ഞൾ, അതുകൊണ്ടൊക്കെ വിവിധ ഇനം സോപ്പുകൾ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ കസ്തൂരി മഞ്ഞൾ വെച്ച് ഫേസ് പാക്ക്, കസ്തൂരി മഞ്ഞൾ സോപ്പ്, അത് പൊടിയാക്കി വിപണനം ചെയ്യാറുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള സോപ്പുകൾ ഉണ്ടാക്കാറുണ്ട്. കറ്റാർവാഴ, ശംഖുപുഷ്പം, അലോവര, കസ്തൂരി മഞ്ഞൾ, തേൻ എന്നിവ ഉപയോഗിച്ച് വിവിധതരം സോപ്പുകൾ, ലിപ്സ്റ്റിക്, മോസ്കിറ്റോ റെപ്പലന്റ്, തേൻ കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ നീളുന്നു ഈ പട്ടിക. ഇവ വാങ്ങുവാനും സ്ഥിരമായി അനിതയ്ക്ക് ഒരു കസ്റ്റമേഴ്സ് ഗ്രൂപ്പുണ്ട്. ചങ്ങനാശ്ശേരി കൃഷിഭവന്റെ ഭാഗത്തു നിന്നുള്ള വലിയ പിന്തുണയാണ് തനിക്ക് അവാർഡ് ലഭിക്കാൻ കാരണമായതെന്ന് അനിത പറയുന്നു. നവീന ജൈവകൃഷി രീതികൾ സംബന്ധിച്ച് അറിവ് നൽകുന്നതിനും വിത്തുകളും ചെടികളും മറ്റും ലഭ്യമാക്കുന്നതിനും ഉദ്യോഗസ്ഥർ വലിയ പിന്തുണ നൽകി. കുടുംബത്തിന്റെ പിന്തുണയും ഒട്ടും ചെറുതല്ല. ഭർത്താവും പുഷ്പഗിരി IHRD കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം ഡീനുമായ ഡോക്ടർ KT ഷാനവാസാണ് മട്ടുപ്പാവ് കൃഷിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കുന്നത്. ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ് ഇതിനൊക്കെ. അദ്ദേഹത്തിന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് സമയം കണ്ടെത്താറുണ്ട്. അധ്യാപന ജീവിതത്തിൽ നിന്ന് ഷാനവാസ് വിരമിക്കുമ്പോൾ കുറച്ചുകൂടി ഭൂമി സ്വന്തമായി വാങ്ങി കൃഷി കൂടുതൽ വിപുലമാക്കണമെന്നാണ് അനിതയുടെ ആഗ്രഹം. മലയാളിയുടെ മനസ്സിൽ നിന്ന് ഓടിയൊളിക്കുന്ന കാർഷിക സംസ്കാരത്തിൻ്റെ യഥാർത്ഥ കാരണം സ്ഥലപരിമിതി അല്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് അനിതയുടെ മട്ടുപ്പാവ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.